ഇപ്പം സമാധാനമായല്ലോ, എല്ലാവർക്കും സമാധാനമായല്ലോ. ആ അച്ഛൻ ഇന്നലെ വന്ന് പറയുന്നത് കേട്ടില്ലേ? രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയായാലും വേണ്ടിയില്ല, എന്തെന്നായാലും വേണ്ടിയില്ല, ഒരു കാര്യം നിങ്ങളോട് എല്ലാവരോടും പറയാം. 18 വയസ്സായ ഒരു പെൺകുട്ടി വന്നിട്ട് എനിക്കിവനെ ഇഷ്ടമാണ്, എൻ്റെ നാട്ടിൽ ജീവിക്കാൻ വിടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നല്ലേ? എൻ്റെ പൊന്നു മോളെ, നീ ഇപ്പോഴും തിരിച്ചു പോ. ഒരു 25 26 വയസ്സാകട്ടെ. ആ ഒരു സമയത്തും നിൻ്റെ ഇവർക്കും എന്തെങ്കിലും തരത്തിലുള്ള സ്നേഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ നിങ്ങളുടെ വിവാഹം കഴിപ്പിച്ച് തരും. അതല്ലേ പറയേണ്ടത്? സിനിമയിൽ അഭിനയിപ്പിക്കാം, അതുപോലെ തന്നെ ഫേമസ് ആക്കി തരാം എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇന്ന് അയാൾ പറയുന്നുണ്ട് 6 മാസത്തെ ബന്ധമൊന്നുമില്ല ഇവർ തമ്മിൽ എന്ന് പറഞ്ഞൊരു 2 മാസത്തെ ബന്ധം മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരുവിൽ വളയും ഇതുപോലെ വിറ്റ് നടന്ന ഒരു സ്ത്രീയാണ്. അവർക്കെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമില്ല, അവർക്കെന്ന് പറയുന്നത് ഈ ലോകത്തെ പറ്റി അറിയില്ല. അന്ന് ബോച്ചയുടെ അടുത്ത് തന്നെ വന്നപ്പോൾ പറയുന്നത് കേട്ടിട്ടില്ലേ? അവരാദ്യമായിട്ട് എന്താ പറയുക ഒരു സ്റ്റേജിൽ കയറുന്നതാണ്, അവർക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ബോച്ച പറഞ്ഞില്ലേ? അവർക്കൊന്നും അറിയില്ല, ഒരു നോട്ടെണ്ണാൻ വരെ അവർക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒരു 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര എണ്ണിയെടുക്കാൻ വരെ അവർക്കറിയില്ല. അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് ഇപ്പോഴെന്ന് പറഞ്ഞ് ഏതോ ഒരു സംവിധായകൻ എന്ന് പറയുന്നുണ്ട്, അസോസിയേറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അവൻ വലിയ ആളമാതിരി ഇവിടെ വന്നിട്ട് അയ്യോ എന്നെ അവിടെ ജീവിക്കാൻ വിടില്ല, എന്നെ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് കല്യാണം നടത്തിയെന്നേ ഞാൻ പറയുള്ളൂ. ഒരു കാരണവശാലും അങ്ങനെ നിൽക്കരുത്. ഇപ്പം ഞാൻ ഈ കല്യാണം നടത്തി ഇനിയിപ്പോൾ അവയം കൊടുത്ത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിയാണ്. ആ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണെന്ന് വെച്ചാൽ പ്രേമിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 പേരെയും ഇതിനിടയ്ക്ക് പ്രാകൃതമായ ശിക്ഷകളൊക്കെ നമ്മൾ കണ്ടു. 2 പേരെയും ഒരു മരത്തിന് കെട്ടിയിടുക, അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഉടുതുണി അയക്കുക, ഇങ്ങനെയുള്ള കലാപരിപാടികളിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇനി കല്യാണം നടത്തുന്നുണ്ടോ കഴിക്കുന്നുണ്ടോ ഇവിടെ താമസിക്കുന്നുണ്ടോ ഒരു കുഴപ്പവുമില്ല എന്ന് വിചാരിച്ച് ഒരു 18 വയസ്സാകുമ്പോൾ അവിടെ നിന്നും യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ചില ആൾക്കാരുണ്ടാകും. ഇപ്പോൾ ഈ പയ്യനെ പറ്റിയിട്ട് നമുക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല. ഇതിപ്പോഴെത്ര കാലം ഈ ഒരു ബന്ധം നിൽക്കുന്നത് നമുക്കറിയില്ല. ഇന്നിപ്പോൾ ആ അച്ഛൻ എന്ന് പറയുന്നുണ്ട് എല്ലാവരും ഇടപെട്ടിട്ട് എൻ്റെ മകളെ എൻ്റെ കൂടെ അയക്കണം. 10-18 വയസ്സ് വരെ അയാൾ വളർത്തിയതല്ലേ. അയാൾ ഒരു നിമിഷം തന്നെ എന്ന് പറഞ്ഞാൽ തള്ളിപ്പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. തള്ളിപ്പറഞ്ഞിട്ട് ഇവിടെ എല്ലാവരും വിജയമായിട്ട് ആഘോഷിക്കുകയാണ്. ഇവിടെ ഓരോ നിമിഷവും റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു. എടോ, അത് സിനിമയാണ്. നിങ്ങളത് ഇനിയെങ്കിലും മനസ്സിലാക്കി. ഒരു സിനിമ ഇറങ്ങിയെന്ന് വിചാരിച്ചിട്ട് ആ സിനിമയിൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് വെച്ച് ഇത് റിയലായിട്ട് ഇത് കാണിക്കണമെന്നുണ്ടോ? ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് അവിടെ പോകുന്നത്. അത് മാത്രവുമല്ല, അതായത് വർഷങ്ങളായിട്ട് തെരുവിൽ കിടക്കുന്ന ഒരു അച്ഛനും അമ്മയും സഹോദരങ്ങളും അവർക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് പോകുന്നത്. അവർക്ക് കുറച്ച് എന്താ വെച്ചാൽ നല്ല വീട്ടിൽ താമസിക്കേണ്ടി വരും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം നല്ല വീട്ടിൽ താമസിക്കുക. ഏതായാലും ഈ ഒരു ഫെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുപയോഗിച്ച് തൻ്റെ മകൾക്ക് ഇതൊരു ലോട്ടറി തന്നെയാണ് എന്നുള്ള തരത്തിൽ അയാൾ ചിലപ്പോഴും തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ സ്വപ്നം കാണുന്നത് അന്തമാർന്ന് മോശമെന്ന് പറയാൻ പറ്റൂല. ഞാൻ ഇതിനു മുന്നേയും ഒരു വീഡിയോയിൽ പറഞ്ഞിന് മഞ്ജു വാര്യറാ ഉദാഹരണം. മഞ്ജു വാര്യർ തന്നെയാണ്. അയാൾ നല്ല രീതിയിൽ പട്ടിണി കിടന്നിട്ടാണ് മഞ്ജു വാര്യറാക്കി എടുത്തത്. അതിനുശേഷം 3-4 സിനിമയിൽ അഭിനയിച്ചു. താൻ നന്നായി, തനിക്കിനിപ്പോൾ വിഷമങ്ങളില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് ദിലീപിൻ്റെ കൂടെ ഓടിപ്പോകുന്നത്. ആ അച്ഛനും അമ്മയും ശരിക്കും പറഞ്ഞാൽ തകർന്നു പോയിരുന്നു അന്ന്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ കലാതിലകമാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒന്നും ആക്കാൻ പറ്റൂല. നല്ല ചിലവുണ്ട്, ഇനി നല്ല പൈസ വേണം. അങ്ങനെയാണ് ഒരു ചെറിയൊരു ഏതൊരു കമ്പനിയിലും മാനേജറായിരിക്കുന്ന ആ ഒരു മനുഷ്യൻ, അയാൾ കടം മേടിച്ചിട്ട് ഒരുപാട് കടക്കാരനായിരുന്നു അയാൾ. അങ്ങനെ കടം വാങ്ങിച്ചിട്ടൊക്കെയാണ് മഞ്ജു വാര്യറാക്കിയത്. അവിടെ നിന്നും ഓടിപ്പോയപ്പോൾ അയാളുടെ സ്വപ്നങ്ങളാണ് അവിടെ തകർന്നു വീണത്. അയാൾ ഒരുപോലെ അയാളെയാണ് എനിക്ക് ഈ ഒരു മനുഷ്യനെ കാണുമ്പോൾ ഓർമ്മ വരുന്നത്. ഇയാൾ എത്രമാത്രം സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ സ്വപ്നങ്ങളൊക്കെ അല്ലേ തകർത്തത്. ഒരു 5-6 വർഷം കൂടി കഴിഞ്ഞ് തൻ്റെ കുടുംബത്തെ സേഫാക്കി, അതുപോലെ തൻ്റെ മാതാപിതാക്കളെ സേഫാക്കി, തൻ്റെ സഹോദരങ്ങളെ സേഫാക്കി. അതല്ലേ വേണ്ടത്. അതിന് പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മാസം കൊണ്ട് ഈ പെൺകുട്ടിയുടെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇതിനെ മയക്കിയെടുത്ത് ഇതിനെ മാറ്റി മറിച്ച് നിനക്ക് നല്ലൊരു ജീവിതം തരാം. 18 വയസ്സാകുമ്പോൾ ജീവിതം കൊടുക്കലാണോടോ വലിയ കാര്യം? ഇനി എത്ര ദൂരത്തിൽ എത്തേണ്ട കുട്ടിയാന്ന് അത് നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? അതായത് ഈ കല്യാണം കഴിക്കലാണോ ലോകത്തുള്ള ഏറ്റവും വലിയൊരു മഹത്തായ കാര്യം? അറിയാതുകൊണ്ട് കഴിക്കുന്നതാണ്. ഇനി ഇപ്പോഴെന്ന് പറഞ്ഞ് ഏതോ ഒരുത്തൻ്റെ ഫോട്ടോയിൽ, അതായത് കുംഭമേളക്ക് വന്നേരെ ഏതോ ഒരു ചങ്ങാതി എടുത്തിട്ട് എന്ത് ചെയ്തു, ഇതൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അത് വൈറലായി. ആ വൈറലായപ്പോൾ അതിന് ഒരുപാട് സ്വീകാര്യത കിട്ടി. അങ്ങനെ ഇനിയും ഉയരങ്ങളിലേക്ക് പോയിട്ട് ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിച്ച് നല്ല ഉയരങ്ങളിലേക്ക് പോയിട്ട് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകേണ്ട ഒരു കുട്ടിയെ എല്ലാവരും ചേർന്നിട്ട് ഒരു കുഴിയിൽ പിടിച്ചിട്ടു എന്നേ ഞാൻ പറയുള്ളൂ. ഒരിക്കലും ഇതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. ന്യായീകരിച്ചു കഴിഞ്ഞാൽ ഇവ സംഖ്യയാണ്, അല്ലെ ഇവ മങ്കിയാണ്, ഇവ മറ്റവനാണെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ വരും. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളൊരു യാഥാർത്ഥ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് രാഷ്ട്രീയവും മതവും ജാതിയും ഇതെല്ലാം നമ്മൾ എന്നിട്ട് ഒരു യാഥാർത്ഥ്യം എന്താണ് അത് നിങ്ങളൊന്ന് പറ. അതായത് ഒരു കുട്ടിയെ അയാൾക്ക് ആ ഒരു മനുഷ്യൻ അയാളെ കണ്ണീര് കണ്ടില്ലേ?
ആ അച്ഛൻ്റെയും അമ്മേൻ്റെയും കണ്ണീര് കണ്ടില്ല. അതാ മലയാളികൾക്ക് മാത്രമേ ഉള്ളൂ വൈകാരിക ബന്ധം, കണ്ണീര്, ഇതൊക്കെ മലയാളികൾക്കേ ഉള്ളൂ. എടോ തെരുവിൽ താമസിക്കുന്നവനും അതിൻ്റെതായ അന്തസ്സുണ്ട്, തെരുവിൽ താമസിക്കുന്നവനും കണ്ണീരുണ്ട്. തെരുവിൽ താമസിക്കുന്ന നമ്മളൊക്കെ നോക്കുമ്പോഴും ചിലപ്പോൾ വൃത്തി ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവിടെ ആ അഴുക്കുചാലിൻ്റെ മുന്നിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും. അവന് വരെ എന്ന് പറഞ്ഞാൽ അവൻ്റേതായ ഒരു വികാരമുണ്ട്, അവനും മനുഷ്യനെ പോലെ ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടോകൊണ്ട് അവനും പണിയെടുക്കുന്നത്. പക്ഷെ അവൻ്റെ സാഹചര്യം അങ്ങനെയായിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുട്ടിയിലൂടെ ഞങ്ങളിങ്ങനെ ഒരു ഉയരത്തിലേക്ക് പോകാൻ നോക്കുന്നു എന്ന് ആ കുടുംബത്തിന് ഒരുപാട് പ്രതീക്ഷയല്ലേ. ആ പ്രതീക്ഷയാണ് ഇവിടെ എല്ലാവരും ചേർന്ന് ഏതോ ഒരുത്തിന് വേണ്ടിയിട്ട് ഓമ്പെന്ന് പറഞ്ഞു, അയ്യോ എന്നെ കെട്ടിക്കില്ല, എന്നെ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കുന്നു ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും കയറിയിട്ട് കുറേ ക്യാമറകളും കൊണ്ടുവന്ന് അങ്ങ് നടത്തി കൊടുത്തു. ഇതാണ് ഇവിടെ നടന്നത്. ഒരിക്കലും അത് ചെയ്യരുത് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ചെറുക്കൻ അവിടെ എന്ന് പറഞ്ഞാൽ ഉത്സവത്തിന് വന്നപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു 3-4 അത് ഞാൻ എല്ലാ വീഡിയോയിലും എന്നാ പറയുന്നതെന്നറിയാം. ഇങ്ങനെ ഇനിയും തന്നെ ഇത് ഉണ്ടാകരുത്. ഇതൊക്കെ നടന്നിട്ട് കൂടെ ഒരുത്തനും ചോദിക്കാനില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ പല സംഭവങ്ങളും ഉണ്ട് ഇവിടെ. അപ്പോൾ ഓരോ മനുഷ്യന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പലതരത്തിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ചൂഷണങ്ങളുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിൽ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും രാഷ്ട്രീയത്തിൻ്റെ പുറകെ പോകുമ്പോൾ ഇവിടെ കുറേ ക്രിമിനലുകൾ എന്ന് പറഞ്ഞ് ഇവിടെ തലപൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ നിങ്ങൾ കണ്ടില്ലേ, റോഡിലൂടെ പരസ്പരം വെട്ടിമരിക്കുന്ന കുറേ എണ്ണം. അതായത് ജാമ്യത്തിൽ ഇറങ്ങിയ ഗുണ്ടയെ കുറേ എണ്ണം പോയിട്ട് എന്ന് പറഞ്ഞാൽ നടു റോട്ടിലിട്ട്. ഇതൊക്കെ കാണുമ്പോൾ ഭയാണ് തോന്നുന്നത്. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 90-ലും 2000-ലൊക്കെ നമ്മൾ സഞ്ജയ് ദത്തിൻ്റെയും സൽമാൻ ഖാൻ്റെയും അവരുടെയൊക്കെ സിനിമയിൽ കണ്ട കാര്യങ്ങൾ ഇന്ന് നമ്മൾ ടി വിയിലൂടെ ന്യൂസിലൂടെ ലൈവായിട്ട് നമ്മുടെ നാട്ടിൽ കാണുകയാണ്. മലയാളികൾ എവിടെയാണോ സമ്പൂർണ്ണ സാക്ഷരത? അതാ എനിക്ക് ചോദിക്കാനുള്ളത്. ഇതാണോ നമ്മൾ കണ്ടത്? ഇങ്ങനെയുള്ള അവന്മാരെയൊക്കെ ഒഴിവാക്കാനല്ലേ മറ്റേ ഇൻസ്പെക്ടർമാരുടെ കയ്യിൽ മറ്റേ സാധനം കൊടുത്തിരിക്കുന്നത്? അതാ എനിക്ക് ചോദിക്കാനുള്ളത്. എന്തിനാ ഇവന്മാരെയൊക്കെ ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അതായത് ഒരു ഇതുമില്ലാതെ വന്നിട്ട് കാറ് കൊണ്ട് ഇടിച്ചിട്ടതിന് ശേഷം കുറേ ആൾ ഓടിപ്പോന്ന് അപ്പോഴേക്ക് പറയുകയാണ് മറ്റവൻ്റെ പ്രതികാരമാണ്. ഇനിയിപ്പോൾ ഇവറ്റങ്ങളുടെ പ്രതികാരം ഇപ്പം എന്ന് പറയാൻ പറ്റൂല. ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു വണ്ടിക്കാരൻ അതിൻ്റെ അകത്ത് കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 2 വീലറുകാരൻ, ഇല്ലെങ്കിൽ അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന ഒരുത്തൻ അതിൻ്റെ അകത്ത് കുടുങ്ങിപ്പോയിട്ട് നിങ്ങൾ ആരോടോ സമാധാനം പറയുക? അതാണ് എനിക്ക് ചോദിക്കാൻ. ഇതിനെതിരെയാണ് പ്രതികരിക്കേണ്ടത്. അല്ലാതെ എവിടുന്നോ വന്ന് കുറേ ആൾക്കാരെ കല്യാണം നടത്തി കൊടുത്തിട്ടല്ല നമ്മൾ വില്ലാളാകേണ്ടത്. ഇതാണ് ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുക. നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ വേറെ എന്തൊക്കെയോ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കല്യാണം നടത്തിയ ഒരു ഫേമസ് ആയിട്ട് ഇതാണ് റിയൽ കേരള ഇവിടെ 2 കഷ്ണം ബീഫും പൊറോട്ടയും കിട്ടിയാൽ അടിക്കാതെ ഒരു മനുഷ്യന്മാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇനി അത് ആരെങ്കിലും ബായിലേക്ക് കുത്തിയറച്ച് തരുന്നുണ്ടെങ്കിൽ എൻ്റെ ബായി എപ്പോൾ ഫ്രീ ആണ്, ഞാൻ വേണമെങ്കിൽ നിന്ന് തരാം. മനസ്സിലായി? ഇതൊരു സിനിമയിൽ ഇതൊരു രംഗം കണ്ടു എന്ന് പറഞ്ഞിട്ട് സകല ആൾക്കാരെയും പിടിച്ചിട്ട് എന്നാൽ പിന്നെ വാ കല്യാണം ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്താ അറിയാം, കുറച്ച് കഴിഞ്ഞാൽ ഇനി ബംഗാളിമാർ മുഴുവൻ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം അല്ല, ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നാട്ടിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലായാലും ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഹിന്ദുവും അതുപോലെ ക്രിസ്ത്യാനും തമ്മിൽ ഒളിച്ചോടുമ്പോൾ പ്രശ്നം ഉണ്ടാവും. പിന്നെന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് കണ്ടില്ല ഏതോ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിയിട്ട് ആ പെണ്ണിപ്പോൾ വഴിയാതാരായിട്ടുണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടിയുണ്ടായിരുന്നു, എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ്ങിലായിരുന്നു. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവൻ്റെ തനി സ്വരൂപം പുറത്തു വന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ പ്രേമിക്കുമ്പോഴൊന്നും കാണൂല, നമുക്ക് കണ്ണും മൂക്കോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞാലില്ലേ ഇവൻ്റെ തനി സ്വരൂപം ഇങ്ങനെ പുറത്തു വരും. ഏതായാലും സന്ധ്യയായ മക്കളെ, ബാക്കി നാളെ പറയാം. ബൈ.